ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേറ്റ്സ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിനുള്ളിൽ നിന്ന് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ നമ്മൾ കുരുവെടുത്ത് മാറ്റുമ്പോൾ രണ്ടായിട്ട് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാനായിട്ട് പാടില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിനുള്ളിൽ നിന്ന് ഇതിൻ്റെ കുരു ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ 10 ഡേറ്റ്സിൻ്റെയും കുരു ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നട്ട്സാണ്. ഒന്നുകിൽ ബദാം ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണോ ചേർക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത്. 10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ 10 മുഴുവനായിട്ടുള്ള കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡേറ്റ്സിൻ്റെ കുരു മാറ്റിക്കളഞ്ഞ സ്ഥാനത്ത് നമ്മൾ ഈ നട്ട്സ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് എടുക്കാം. നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നട്ട്സ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ പകുതി മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നട്ട്സ് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ 10 ഡേറ്റ്സ് ഒന്ന് നല്ലതുപോലെ ഒന്ന് നട്ട്സ് വെച്ച് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാനൊരു 50 ഗ്രാം അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡയറി മിൽക്കോ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ചോക്ലേറ്റ് ബൗൾ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിക്കോളും. ഇനി ഈ ചോക്ലേറ്റിലേക്ക് നമ്മൾ നട്ട്സ് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഓരോന്നായിട്ട് എടുത്ത് ഇതുപോലെ ചോക്ലേറ്റിലൊന്ന് മുക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഡേറ്റ്സ് ചോക്ലേറ്റിൽ നന്നായിട്ടൊന്ന് മുക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതുപോലൊരു ഫോർക്ക് വെച്ച് എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 10 ഡേറ്റ്സും ചോക്ലേറ്റിലൊന്ന് മുക്കിയതിന് ശേഷം പ്ലേറ്റിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രീസറിൽ വെച്ചെടുക്കാം. അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടിക്കോളും. ഇപ്പം ഞാൻ 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് ഇന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഉള്ളിൽ ഡേറ്റ്സും അതുപോലെ തന്നെ നട്ട്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.